ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കിതാബു സലാമി, സലാം പറയുന്നതിനെ കുറിച്ച് പറയുന്ന കിതാബാണ്. ബാബു ഫദ്ലു സലാമി വൽ അംരി ബിഇഫ്ശാഇഹി. സലാം പറയുന്നതിൻ്റെ മഹത്വവും അത് പബ്ലിസിറ്റി ആക്കണം എന്ന് കൽപ്പിക്കുകയും ചെയ്യുന്ന ബാബ്. ഖാലല്ലാഹു തആല യാ അയ്യുഹല്ലദീന ആമനൂ, ഏ മുഅ്മിനീങ്ങളെ, ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതിക്കും, നിങ്ങളുടെ വീടല്ലാത്ത വീടുകളിൽ നിങ്ങൾ കയറരുതേ. ഹത്താ തസ്തഅ്നിസൂ, നിങ്ങൾ അനുവാദം ചോദിക്കുന്നതുവരെയും. വതുസല്ലിമു അലാ അഹ്ലിഹാ, അതിൻ്റെ അഹ്ലുകാർ വരെ സലാം പറയുന്നത് വരെയും പ്രവേശിക്കരുതേ. മറ്റേ ആയത്തിൽ പറയുന്നു, ഫൈദാ ദഖൽതും ബുയൂതൻ, നിങ്ങൾ വീടുകൾ കയറുകയാണെങ്കിൽ വസല്ലിമു അലാ അൻഫുസിക്കും, നിങ്ങൾ നഫ്സുകളുടെ മേൽ സലാം പറയണേ. തഹിയ്യത്തൻ മിൻ ഇൻദില്ലാഹി, അല്ലാഹുവിൻ്റെ വക്കൽ നിന്നുള്ളവർ ഒരു അഭിവാദ്യമായ നിലയിൽ മുബാറക്കത്തും തയ്യിബതൻ, സംശുദ്ധവും ബറക്കത്തുമാക്കപ്പെട്ടതുമായ. വഖാല തആല, അല്ലാഹ് പറയാണ്, വൈദാ ഹുയ്യീതും ബിതഹിയ്യത്തിൻ, ഒരു കാഴ്ച കൊണ്ട് നിങ്ങൾക്ക് കാഴ്ച വെക്കപ്പെട്ടാൽ ഹയ്യൂ ബി അഹ്സന മിൻഹാ, അതിനേക്കാൾ അഹ്സന കൊണ്ട് നിങ്ങൾ തിരിച്ചങ്ങോട്ടും തഹിയ്യത്ത് ചെയ്യണേ. ഔ റുദ്ദൂഹാ, അതല്ലെങ്കിൽ അതിന് സമാനമായതെങ്കിലും തിരിച്ചു കൊടുക്കണേ. അത് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അസ്സലാമു അലൈക്കും അങ്ങോട്ടും പറയാം, അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയാം, അതാണ് ഏറ്റവും നല്ലത്. വഖാല തആല, അല്ലാഹ് പറയാണ്, ഹൽ അതാക ഹദീസു ളൈഫി ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെതായ വിരുന്നുകാരൻ്റെ വർത്തമാനം നബിയെ തങ്ങൾക്ക് വന്നില്ലയോ? എങ്ങനെയുള്ള വിരുന്നുകാരൽ മുക്കറമീൻ, ആദരണീയരായ. ഇത് ദഖലു അലൈഹി, ആ വിരുന്നുകാർ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് മേൽ കയറി വന്ന രംഗം ഒന്ന് വിവരിച്ചു കൊടുക്കും നബിയെ. ഫഖാലു, അവരിങ്ങനെ പറഞ്ഞു, സലാമാ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമോട് അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞു. ഫഖാല, അപ്പോൾ ഇബ്രാഹിം നബി തിരിച്ച് അങ്ങോട്ടും വിരുന്നുകാരോടും സലാം പറഞ്ഞു, അലൈക്കും സലാം അങ്ങോട്ടും പറഞ്ഞു. وعن عبد الله بن عمرو بن العاص رضي الله عنهما أن رجلا سأل رسول الله صلى الله عليه وسلم, ഒരാൾ അല്ലാഹു റസൂലോട് ചോദിച്ചു, അയ്യുൽ ഇസ്ലാമി ഖൈർ, ഇസ്ലാമിൻ്റെ കർമ്മങ്ങളിൽ ഏറ്റവും നല്ല പരിപാടി ഏതാ നബിയെ ചോദിച്ചു. കാല, തങ്ങൾ പറഞ്ഞു, തുത്ഇമു ത്വാം, ഭക്ഷണം ആവശ്യമുള്ളവർക്ക് ആ ഭക്ഷണം നൽകലാണ്. അതാണ് ഒന്നാം നമ്പർ. ഇങ്ങോട്ട് തങ്ങൾ പറയാണ്, വതഖറഉ സലാം, നീ സലാം പറയലുമാണ്. അലാമൻ അറഫ്ത വമല്ലം താരിഫ്, നീ പരിചയമുള്ളവർക്കും പരിചയമില്ലാത്തവർക്കും മുസ്ലിമാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അസ്സലാമു അലൈക്കും എന്ന് പറയണം. ശരി, മുൻ പരിചയം ഉണ്ടാവട്ടെ, ഇല്ലാതെ കട്ടെ. ഒരാളെ കണ്ടാണ് മുസ്ലിമാനെ കണ്ടപ്പോൾ മനസ്സിലായി, എന്നാൽ അസ്സലാമു അലൈക്കും എന്ന് പറയണം. ശരി, അപ്പം എന്തേ പറഞ്ഞത്? ഇസ്ലാമിൻ്റെ കർമ്മങ്ങളിൽ രണ്ട് കർമ്മം ഉത്തരം എടുത്തു പറഞ്ഞു. ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാ നബി എന്ന് ചോദിച്ചപ്പോൾ ഏതൊക്കെയാണ് പറഞ്ഞത്? ഭക്ഷണം കൊടുക്കലും സലാം പറയലും. മുത്തഫഖുൻ അലൈഹി. وعن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم أنه قال لما خلق الله تعالى آدم عليه السلام, ആദം നബിയെ അല്ലാഹ് വളച്ചപ്പോൾ കാല, ആദം അലൈഹിസ്സലാം പറഞ്ഞു, ഇദ്ഹബ്, അല്ലേ, അല്ലാഹ് പറഞ്ഞു, കാല, അല്ലാഹ് പറഞ്ഞു, ഇദ്ഹബ്, ആദമേ പോയി നോക്ക്. പിന്നെ ഇദ്ഹബ്, പോയി, ഫസൽമല ഉലായിക്ക, ആ ടീമിനോട് സലാം പറഞ്ഞാണ് ഈ പറഞ്ഞു. ആരാണ് ആ ടീം? നഫരിൻ മിനൽ മലായികത്തി ജുലൂസിൻ, മലക്കുകളിൽ നിന്ന് ഇരിക്കുന്നൊരു സംഘം ഉണ്ടായിരുന്നു. ഓല ചൂണ്ടി ഓലോട് സലാം പറഞ്ഞളിയാണ്. അവർ നിങ്ങളോർക്ക് എന്താണോ പിന്നെ തഹയ്യത്ത് നൽകുന്നതെങ്കിൽ അത് ശ്രദ്ധിച്ചു കേട്ടോളിട്ടോ. ഫൈനഹ തഹയ്യത്തുക്കാവ തഹയ്യത്ത് ദുരിയത്തിക്ക, അത് താങ്കൾക്കും താങ്കളുടെ സന്താന പരമ്പരക്കുമുള്ളതായ അഭിവാദ്യമാണ് പറഞ്ഞു. ഫഖാല, ആദം ഇസ്ലാം പോയിട്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. ഫഖാലു, മലക്കൾ ഇങ്ങോട്ട് തിരിച്ചു പറഞ്ഞു, അസ്സലാമു അലൈക വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞു. ഫസാദൂഹു വറഹ്മത്തുള്ളാഹ്, മലക്കൾ ആദം അലൈഹിസ്സലാമിൻ്റെ ഏറെ പറഞ്ഞു, വറഹ്മത്തുള്ളാഹ് ഏറെ പറഞ്ഞു. അതുകൊണ്ട് ഖിയാമത്ത് വരെയുള്ള നമുക്കുള്ള സുന്നത്താണിത്. അങ്ങനെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ വലൈക്കും സലാം വറഹ്മത്തുള്ളാഹ് എന്ന് പറയാന്നുള്ളൊരു നിർബന്ധമല്ല, സുന്നത്ത്. മുത്തഫഖുൻ അലൈഹി. وعن أبي عمارة البراء بن عازب رضي الله عنهما أنه قال أمرنا رسول الله صلى الله عليه وسلم بسبع, നബി തങ്ങൾ ഞങ്ങളോട് 7 കാര്യം കൽപ്പിച്ചു. ഏതാണ് 7 കാര്യം? വിയാദത്തിൽ മരീദി, രോഗിയായ സന്ദർശിക്കൽ കൊണ്ട്, വത്തിബായിൽ ജനായിസി, ജനാസകൾക്ക് പിൻപറ്റൽ കൊണ്ടും, തസ്മീത്തുല്ലാഹി, തുമ്മി സ്തുതിച്ചവനെ റഹ്മത്തുള്ളാഹി സമാധാനിപ്പിക്കൽ കൊണ്ടും, നസ്രിൻ ലഈഫ്, ദുർബലനെ സഹായിക്കൽ കൊണ്ടും, വഅനിൽ മദ്ലൂമി, ആക്രമിക്കപ്പെട്ടവനെ സഹായിക്കൽ കൊണ്ടും, ഇഫ്ശാഇസ് സലാം, സലാം പരത്തൽ കൊണ്ടും, ഇബ്റാദിൽ മുഖ്സിമി,
സത്യം ചെയ്ത് പറഞ്ഞവനെ സത്യമുക്തനാക്കൽ കൊണ്ടും. സത്യമുക്തനാക്കുക പറഞ്ഞാൽ ഒരാൾ സത്യം ചെയ്ത കാര്യം പറഞ്ഞു, പടച്ചോനാണ് സത്യം ഇതിൻ്റെ വരിക്ക് കല്യാണത്തിന് വരും എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഇനി സത്യത്തിൽ പേച്ച ഒരാളാകണ്ട വിചാരിച്ചാണ് കല്യാണത്തിന് പോയി കൊടുക്കുക. മനസ്സിലായി? മുത്തഫഖുൻ അലൈഹി ഹാദാ ലഫ്ളു ഇഹ്ദാ റിവായാത്തിൽ ബുഖാരി. ബുഖാരിൻ്റെ പല റിവായത്തുകളിൽ നിന്ന് ഒരു റിവായത്താണ് ഇപ്പോൾ ഈ പറഞ്ഞത്. عن أبي هريرة رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم لا تدخلوا الجنة നിങ്ങൾ സ്വർഗത്ത് കയറൂല ഹത്താ തുഅ്മിനൂ നിങ്ങൾ മുഅ്മിനീങ്ങളാകുന്നത് വരെ, ഫലാ തുഅ്മിനൂ നിങ്ങൾ മുഅ്മിനീങ്ങളാവൂല ഹത്താ തഹബ്ബൂ നിങ്ങൾ പരസ്പരം ഹുബ്ബ് വെക്കുന്നത് വരെ, വഅവലാ അദുല്ലുക്കും ഞാൻ നിങ്ങൾക്ക് അറിയിക്കട്ടെ യാല ഷൈഇൻ്റെ ഒരു അമലിൻ്റെ മേലിൽ ഇദാ ഫഅൽതുമുഹു ആ അമൽ നിങ്ങൾ ചെയ്താൽ തഹബ്ബത്തും നിങ്ങൾ പരസ്പരം ഹുബ്ബുള്ളവരായി മാറും. അങ്ങനത്തെ കർമ്മം പഠിപ്പിക്കട്ടെയോ. അഫ്ശുസ്സലാമ ബൈനക്കും നിങ്ങൾ നിങ്ങൾക്കിടയിൽ സലാമിനെ പരത്തണേ. وعن أبي يوسف عبد الله بن سلام رضي الله عنه أنه قال سمعت رسول الله صلى الله عليه وسلم يقول رسول الله പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്, യാ അയ്യുഹന്നാസ് ജനങ്ങളെ, അഫ്ശുസ്സലാം സലാം പരത്തണേ, വഅത്ഇമുത്ത്വാം ഭക്ഷണം വേണ്ടവർക്ക് ഭക്ഷണം കൊടുക്കണേ, വസിലുൽ അർഹാം കുടുംബബന്ധം ചേർക്കണേ, വസല്ലൂ വന്നാസു നിയാം ജനങ്ങൾ ഉറങ്ങുന്ന നേരത്ത് നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കണേ, തദ്ഖുലുൽ ജന്നത ബിസലാം മലക്കളുടെ സലാമോടുകൂടി നിങ്ങൾ സ്വർഗത്തിലേക്ക് നിങ്ങൾ പാട്ടുപാടി കയറാം. ജനങ്ങൾ അതാണ് എന്തൊക്കെയാ പറഞ്ഞത്? സലാം പരത്തുക, ഭക്ഷണം വേണ്ടവർക്ക് ഭക്ഷണം കൊടുക്കുക, കുടുംബബന്ധം ചേർക്കുക, ജനങ്ങൾ നിസ്കരിക്കണ ഉറങ്ങണ നേരത്ത് നിസ്കരിക്കുക, തഹജ്ജുദ് നിസ്കരിക്കുക, എന്നാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ കയറാം. റവാഹു തിർമിദി വഹദാ ഹദീസുൻ ഹസനുൻ സ്വഹീഹ്. വഅനി തുഫൈൽ ഇബ്നു ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു കാന തുഫൈൽ റളിയല്ലാഹു അൻഹു ആയിരുന്നു യതി അബ്ദുല്ലാഹ് ഇബ്നു ഉമർ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് ചെല്ലും, ഫയഗ്ദു മഅഹു ഇല സൂഖി ഇബ്നു ഉമറിൻ്റെ കൂടെ അങ്ങാടിയിലേക്ക് പോകും. കാല ഫൈദാഗദൗനായില സൂഖി അങ്ങനെ ഞങ്ങൾ ടൗണിലേക്ക് പോയി കഴിഞ്ഞാൽ ലം യമുർ അബ്ദുല്ലാഹി അലാ സക്കാത്തിൻ വലാ സാഹിബി ബൈആ പിന്നെ ഒരു ചരക്കിൻ്റെ അരികിലോ തന്നെ ലോക്കൽ കച്ചവടത്തിൻ്റെ സക്കാത്ത് കയറാം. ലോക്കൽ വഴിയോര കച്ചവടക്കാരൻ്റെ അരികിലൂടെ മുമ്പ് നടന്നു പോകില്ല. വല സാഹിബി ബൈഅത്തിൻ ഒരു ഗ്രേഡുള്ള കച്ചവടക്കാരൻ്റെ അരികിലൂടെ നടന്നു പോകില്ല. വല മിസ്കീനിൻ ഒരു സാധുവിൻ്റെ അരികിലൂടെ നടന്നു പോകില്ല. വലാഹദിൻ വേണ്ട ഒരു മനുഷ്യൻ്റെ അരികിലൂടെ നടന്നു പോകില്ല. ഇല്ലാ സല്ലം അലൈഹി ആ മനുഷ്യൻ്റെ മേൽ സലാം പറഞ്ഞിട്ടല്ലാതെ. അങ്ങടിക്കണ് പോയാൽ എല്ലാ മനുഷ്യന്മാരുണ്ടാവും, ബസ് കാത്ത് വെക്കുന്ന ആളുകൾ, വാഹനത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, വലിയ കച്ചവടക്കാർ, വാങ്ങാൻ വന്ന ആൾക്കാർ, തൻ്റെ സൈല സാധനം വിറ്റ് ചിലവാക്കാൻ വന്ന ആൾക്കാർ, പല ഒന്നുമില്ലാതെ അങ്ങാടി കാണുമെന്നൊരു ഉണ്ടാവും. കാണുന്നവരോടൊക്കെ അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും തന്നെ. പിന്നെ കാല തുഫൈലു റിപ്പോർട്ട് ചെയ്യുന്ന തുഫൈൽ റളിയല്ലാഹു അൻഹു പറയാണ്, ഫജീതു അങ്ങനെ ഞാൻ ചെന്നു, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ യൗമൻ ഇബ്നു ഉമറിൻ്റെ അടുത്ത് ഒരു ദിവസം ചെന്നു, മൂപ്പരിനോട് അങ്ങാടിക്ക് വരുന്നു ചോദിച്ചു. അപ്പോൾ കുൽത്തലഹു ഞാൻ ചോദിച്ചു, മാ തസ്നഉ ബിസൂഖി എന്തിനാ അപ്പം നിങ്ങൾ അങ്ങാടിക്ക് പോണേ? വാന്തലാത്ത കിഫാലിൽ വൈ നിങ്ങളൊത്തും വാങ്ങണമെന്നുള്ളത്, ഇതൊന്നും വാങ്ങാൻ ഉദ്ദേശിക്കണമെന്നില്ലല്ലോ, പിന്നെ എന്തിനാ അപ്പം നിങ്ങൾ അങ്ങാടിക്ക് പോകണമെന്ന് ചോദിച്ചു. വല തസ്സാലും അനുസരിച്ച് ചരക്കിൻ്റെ വില റേറ്റ് കൂടി ചോദിക്കില്ല. ഒരു ചരക്കിൻ്റെ റേറ്റ് ചോദിക്കേണ്ടത് വാങ്ങുകയൊന്നുമില്ല. വല തസൂമു ബിഹ അതുകൊണ്ട് വില പറയൊന്നുമില്ല. വല തജ്ലിസു മിൻ മജാലിസി സൂഖി എന്നാൽ അങ്ങാടിയില്ലാതെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കുകയൊന്നുമില്ല. ഏത് ഏർമാടത്തുമ്പോൾ കാര്യം കുത്തിരിക്കുക ഒന്നുമില്ല. പിന്നെന്തിനാ നിങ്ങൾ അങ്ങാടിക്ക് പോകണമെന്ന് ചോദിച്ചു. പിന്നെ വഖൂലു ഇജ്ലിസ് ബിനാ ഹുനാ നതഹദ്ദസ് എന്നിട്ട് ഞാൻ പറയും, ഇജ്ലിസ് ബിനാ ഹുനാ നിങ്ങൾ ഇവിടെ കുറച്ച് നേരം ഇരുന്നാണ്, നതഹദ്ദസ് നമുക്ക് വർത്താനം പറയാം, നിങ്ങൾ കുറച്ച് ഇരുന്നാണ് നമുക്ക് ഇരുത്താനം പറയാറ്. ഫഖാല അപ്പം അദ്ദേഹം പറയാണ്, യാ അബാബത്തിൻ ഏ അബൂബത്തിനെ എടാ പള്ളയും കുട്ടോ അഞ്ചാരിയോ കാൻ തുഫൈർ ഇതാ ബത്തിന് ഈ തുഫൈർ എന്നവർക്ക് എന്തുണ്ടായിരുന്നു, കുറച്ച് വയറുണ്ടായിരുന്നു, അതുകൊണ്ടാ പള്ളയും കുട്ടോ എന്ന് വെച്ച്. പിന്നെ ഇന്നമാ നഖദു മിൻ അജ്ലി സലാം നമ്മൾ സലാം പറയാനായിട്ട് പോവാണ്. നിങ്ങൾ പങ്കാളി എന്തിനാ വെറുതെ പോകണം? നിങ്ങൾ വാങ്ങണമില്ല, കൊടുക്കണമില്ല, വില പറയണമില്ല, അവിടെ ഇരിക്കലൊന്നുമില്ല, പിന്നെ എന്തിനാ പോകണമെന്ന് ചോദിച്ചു. വർത്താനം പറയുന്നു, സലാം പറയാനേ.
ഫനുസല്ലിമു അലാ മൻ ലഖീനാഹു, നമുക്ക് കണ്ടുമുട്ടവർക്കൊക്കെ സലാം പറയണ്ടോ ശൈലേ. റവാഹു മാലിക് മുഅത്ത ബിസ്നാദിൻ സഹീഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാബു കൈഫിയത്തി സലാം, സലാം പറയുന്നതിൻ്റെ ആകൃതി എങ്ങനെയാണ് എന്ന് പറയണ ബാബ്. ഈ ഇമാം നവവി റളിയല്ലാഹു അൻഹു ആദ്യം കുറച്ച് പറയാം. യുസ്തഹബ്ബു യഖൂലൽ മുബ്തദിഉ ബിസ്സലാമി, സലാം കൊണ്ട് തുടങ്ങുന്നവൻ പറയുന്ന സുന്നത്താണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയണം. ഫയതി ബി ദമീരിൽ ജംഇ, ബഹുവചനത്തിൻ്റെ വാക്കാണ് അവൻ കൊണ്ടുവരേണ്ടത്. വൈങ്കാനൽ മുസല്ലമു അലൈഹി വാഹിദൻ, ആരുമേൽ സലാം പറയപ്പെടുന്നുവോ ആ വ്യക്തി ഒറ്റ ആളാണ്, എന്നാലും പറയുമ്പോൾ ക എന്ന് പറയുന്നത് കും എന്ന് ചെയ്യണം, പറയണം. അങ്ങനെയാണ് സുന്നത്ത്. വയഖൂലു മുജീബു, അതിന് മറുപടി പറയുന്നവൻ പറയണം വ അലൈക്കും അസ്സലാം വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു എന്ന് പറയണം. ഫയതി ബി വാവിൽ അത്ഫി, വ അലൈക്കും എന്ന് വാവ് കൊടുത്തുകൊണ്ടാണ്, ഫി വ അലൈക്കും, വ അലൈക്കും എന്നൊരു വാവ് കൊടുത്തുകൊണ്ടാണ് ആര് പറയേണ്ടത്, മുജീബ് പറയേണ്ടത്. ഇമാം നവവി റളിയല്ലാഹു അൻഹു ഫിഖ്ഹിന്റെ മസലടി പറഞ്ഞതാ. ഇനി നമുക്ക് ഹദീസിലേക്ക് കടക്കാം. അൻ ഇമ്രാൻ ബിനുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ അന്നഹു ഖാല ജാഅ റജുലുൻ ഇലൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല അസ്സലാമു അലൈക്കും, ഒരാൾ ഒന്ന് അസ്സലാമു അലൈക്കും ഫറദ്ദ അലൈഹി, തങ്ങൾ അദ്ദേഹത്തിന് മേൽ സലാം അടക്കി. സുമ്മ ജലസ, പിന്നെ അവിടെ ഇരുന്നു. പിന്നെ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അശ്റുൻ, അശ്റുൻ പറഞ്ഞു. സുമ്മ ജാഅഖറു, വേറെ ആൾ വന്നു. ഫഖാല അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞു. ഫറദ്ദ അലൈഹി, തങ്ങൾ സലാം അടക്കി. ഫജലസ, അയാൾ അവിടെ ഇരുന്നു. ഫഖാല, തങ്ങൾ പറഞ്ഞു അശ്റൂൻ പറഞ്ഞു. സുമ്മ ജാഅഖറു, മൂന്നാമതൊരാൾ വന്നു. ഫഖാല അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞു. ഫറദ്ദ അലൈഹി, തങ്ങൾ അയാൾക്ക് സലാം അടക്കി. ഫജലസ, വ്യക്തി അവിടെ ഇരുന്നു. ഫഖാല, തങ്ങൾ പറഞ്ഞു സലാസൂൻ, 30. റവാഹു അബൂ ദാവൂദ വ തിർമിദി വഖാല ഹദീസുൻ ഹസൻ. ഹസനത്ത് കിട്ടിയതേ 10 ഹസനത്ത് കിട്ടി, മറ്റേ 20 ഹസനത്ത്, മറ്റേ 30 ഹസനത്ത് കിട്ടി, അതാണ് അപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം. ആയിഷ റളിയല്ലാഹു അൻഹാ കാലത്ത് ഖാലലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നോട് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു ഹാദാ ജിബ്രീൽ, ഇത് ജിബ്രീൽ യഖറഉ അലൈകി സലാം, ആയിഷ നിൻ്റെ മേൽ ഇതായി സലാം പറയുന്നുണ്ട് പറഞ്ഞു. കാലത്ത് കുൽത്തു, ആയിഷാബി പറയാണ്, അപ്പം ഞാൻ പറഞ്ഞു അലൈഹിസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അലൈഹി എന്നാ പറഞ്ഞത്. ആരുടെ മേലില്ലേ? ജിബ്രീലിൻ്റെ മേലില്ലേ. പിന്നെ ജിബ്രീൽ നിനക്ക് സലാം പറയുന്നുണ്ട്, ആരെ ഭാഗ്യല്ലേ ആയിഷ ബീവിൻ്റെ. തഫഖുൻ അലൈഹി വഹാകദാ വഖഅ ഫീ ബഅദി റിവായാത്തി സ്വഹീഹൈനി, ബുഖാരിൻ്റെയും മുസ്ലിമിൻ്റെയും ചില റിപ്പോർട്ടുകളിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. വബറകാതുഹു ഫീ ബഅദിഹാ ബിഅദ്ബിഹാ, എന്നാൽ ചില കോപ്പികളിൽ വബറകാതുഹുവിനെ കളഞ്ഞു കാണ്ടും വന്നിട്ടുണ്ട്. വസിയാദത്തു സിഖത്തി മഖബൂല, സിഖത്തായ ഒരാൾ വല്ല റിപ്പോർട്ടിൽ ഏറെ പറഞ്ഞാൽ അതും മഖബൂലത്താണ്, സ്വീകരിക്കപ്പെടാവുന്നതാണ്. വൻ അനസിൻ റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന, നബി തങ്ങൾ ആയി നിശ്ചയം ഇത് തകല്ലം ഈ കലിമത്ത് സംസാരിക്കുമ്പോൾ ആദഹ സലാസൻ, 3 വട്ടം ആവർത്തിച്ച് പറയും. അത്താ തുഫഹമ അൻഹു, തങ്ങളെ തൊട്ട് മനസ്സിലാക്കപ്പെടാൻ വേണ്ടി, അല്ലെങ്കിൽ മനസ്സിലാക്കപ്പെടുന്നത് വരെ. വൈദാത്താല കൗമിന് മേൽ സലാം ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം സല്ലമ അലൈഹിം, ഓലമേൽ തങ്ങൾ സലാം പറയുകയും ചെയ്താൽ സല്ലമ അലൈഹിം സലാസ, 3 വട്ടം സലാം പറയോ. മടക്കാ പിന്നെയും പറയുന്നല്ല പറഞ്ഞത്, കേട്ടില്ലെങ്കിൽ ഒന്നുകൂടി പറയും. 2 വട്ടം പറഞ്ഞ് കേട്ടില്ല, 3-ാം വട്ടം പിന്നെയും പറയും അസ്സലാമു അലൈക്കും എന്ന് പറയും. അപ്പോൾ അവർക്ക് മനസ്സിലാവുള്ളൂ ഒരു കേട്ടിണ്. പിന്നെ റവാഹുൽ ബുഖാരി വഹാദ മഹമൂലുൻ, ഇത് ചുമത്തപ്പെടണം അരാമ ഇതാ കാനൽ ജംഉ കസീറൻ, സംഘം വലിയ സംഘമാണ് കാണാൻ പറഞ്ഞത്, ചുമത്തപ്പെടണം. വനിൽ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ബി ഹദീസി തവീലി, മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ദീർഘമായ ഹദീസിൽ പറയാണ് കാല കുന്നാ നർഫഉ ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നസീബഹു മിനൽ ലബനി, ഞങ്ങളുണ്ടല്ലോ മുത്തനബിക്ക് ഉയർത്തുമായിരുന്നു പാലിലും തങ്ങൾക്കുള്ള വിഹിതം. വജീഉമിനല്ലൈലി, രാത്രിയിൽ വരും. വസല്ലിം തസ്ലീമാ ലാ യുഖിലുനായിമാ,
സലാം പറയും. ലായിക്കുൽ നായിമാ, ഉറങ്ങുന്നവരെ ഉണർത്തൂല്ല. വല്ല വൈസ്മിയുല്ലഖ്ലാന, എന്ന ഉണർന്നവരെ കേൾപ്പിക്കുകയും ചെയ്യും. ഇപ്പം ജാൻ നബിയോ, അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. ഇപ്പം സല്ലമ തങ്ങൾ സലാം പറഞ്ഞു. കമാ കാന യുസല്ലിമു, തങ്ങൾ സലാം പറയുന്നത് പോലെ സലാം പറയുകയും ചെയ്തു. ഉറങ്ങുന്നവർ ശല്യമുണ്ടാക്കിയില്ല, എന്നാ ഉണർന്നവൻ കേൾക്കും വേണം. അങ്ങനത്തെ സലാം പറയലാണ് സലാം പറയൽ. റവാഹു മുസ്ലിം. وعن أسماء بنت يزيد رضي الله عنها أن رسول الله صلى الله عليه وسلم مر في المسجد يوما, തങ്ങളൊരു പള്ളിയിലൂടെ നടന്നു. ഉസ്ബത്തും മിൻ നിസ്സാഇ ഖുഊദ്, അവർ കൂട്ടം പെണ്ണുങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഫഅൽവാ ബിയദിഹി ബിത്തസ്ലീം, തങ്ങൾ കൈകൊണ്ട് സലാം പറയുന്ന മാതിരി ഇങ്ങനെ എന്ത് ചെയ്തു, ആംഗ്യം കാട്ടി. പിന്നെ റവാഹു തുർമുദി വഖാല ഹദീസുൻ ഹസൻ. വഹാദാ മഹമൂലുൻ, ഇതും ചുമത്തപ്പെടണം അന്നഹു ജമഅ ബൈനൽ ലഫ്ദി വൽ ഇശാറ, ആംഗ്യത്തിൻ്റെയും നാവ് കൊണ്ടുള്ള പറയലിൻ്റെയും ഇടയിൽ സംഗമം ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് ചുമത്തപ്പെടണം. വഈദുഹു, അതിൻ്റെ ബലം നൽകുന്നുണ്ട്. അന്ന ഫീ റിവായത്തി അബീ ദാവൂദ് റളിയല്ലാഹു അൻഹുവിൻ്റെ റിപ്പോർട്ടിൽ ഏറല് ഫസല്ലമ അലൈനാ, ഞങ്ങളുടെ മേലെ നമുക്ക് സലാം പറയുകയും ചെയ്തു, കൈകൊണ്ട് ആംഗ്യം കാട്ടുകയും ചെയ്തു എന്നുണ്ട്. അപ്പം മനസ്സിലായി, നാവ് കൊണ്ടും പറഞ്ഞിക്കണ്. വൻ അബീ ജുറൈൽ ഹുജൈമി റളിയല്ലാഹു അൻഹു അന്നഹു ഖാല അതൈതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയുടെ അടുത്ത് ഞാൻ ചെന്നു. ഫഖുൽതു, ഞാൻ പറഞ്ഞു, അലൈക്കസ്സലാം യാ റസൂലല്ലാഹ്, അലൈക്കനെ ബന്ധിച്ചു, അലൈക്കസ്സലാം യാ റസൂലല്ലാഹ്. കാലാ, തങ്ങൾ പറഞ്ഞു, ലാ തഖുൽ അലൈക്കസ്സലാം, അലൈക്കസ്സലാം എന്ന് പറയരുത് കേട്ടോ. ഫഇന്ന അലൈക്കസ്സലാം തഹിയ്യത്തുൽ മൗതാ, അലൈക്കസ്സലാം എന്ന പ്രയോഗം മരിച്ചവരോട് പറയുന്ന അഭിവാദ്യമാണ്. റവാഹു അബൂ ദാവൂദ വതുർമുദി വഖാല ഹദീസുൻ ഹസനുൻ സ്വഹീഹ് വഖദ് സബഖ ബിതൂലിഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാബു ആദാബിസ്സലാം, സലാം പറയുന്നതിൻ്റെ അദബുകൾ പറയുന്ന ബാബ്. അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, റസൂലുള്ളാഹി പറയാണ്, യുസല്ലിമുർ റാകിബു അലൽ മാഷി, വാഹനത്തിൻ്റെ മുകളിലുള്ളവൻ അവൻ നടന്നു പോകുന്നവനോടാണ് സലാം പറയേണ്ടത്. വൽ മാഷി അലൽ ഖാഇദി, നടക്കുന്നവൻ ഇരിക്കുന്നവനോടാണ് സലാം പറയേണ്ടത്. വൽ ഖലീലു അലൽ കസീരി, കൊച്ചു സംഘം വലിയ സംഘത്തോടാണ് സലാം പറയേണ്ടത്. മുത്തഫഖുൻ അലൈഹി. വഫീ റിവായത്തിൽ ബുഖാരി, ബുഖാരിൻ്റെ റിപ്പോർട്ടിൽ കാണാം, വസ്സഗീറു അലൽ കബീർ, ചെറിയവൻ വലിയവർക്കാണ് സലാം പറയേണ്ടത്. തിരിച്ചും മറിച്ചും ആയ എന്താന്നുള്ള ചർച്ച ഇനി ഇമാമിയങ്ങൾ നടത്തണം. വാഹനപ്പുറത്തുള്ളത് പിന്നെ വലിയ ആളും നടക്കുന്ന ആൾ കുട്ടിയാണെങ്കിലോ എന്നൊക്കെ ചോദ്യം വരും. തിരിച്ചും മറിച്ചും വരൂലേ? പിന്നെ وعن أبي أمامة صدي بن عجلان الباهلي رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم إن أولى الناس بالله, അള്ളാഹിനോട് ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ബന്ധപ്പെട്ടവൻ മൻ ബദഹും ബിസ്സലാം, ജനങ്ങളിൽ നിന്ന് സലാമു കൊണ്ട് ആരാണോ തുടങ്ങുന്നവൻ അവനാണ്. അള്ളാഹ്ക്ക് ഏറ്റവും കണക്ഷനുള്ള ആളാണാരോ സലാം തുടങ്ങിയിരിക്കണോ, മടക്കൽ മാത്രമല്ല പിന്നെ തുടങ്ങിയിരിക്കണോ. പിന്നെ റവാഹു അബൂ ദാവൂദ് ഇസ്നാദിൻ സയ്യിദിൻ റവാഹു തുർമുദി അൻ അബി ഉമാമ റളിയല്ലാഹു അൻഹു ഖീല യാ റസൂലല്ലാഹ്, അള്ളാന്റെ തിരുദൂതരോട് ചോദിക്കപ്പെട്ടു, അള്ളാന്റെ റസൂലേ, അർറജുലാനി യൽതഖിയാനി, രണ്ടാൾ കണ്ടുമുട്ടിയാൽ അയ്യുഹുമാ യബ്ദഉ ബിസ്സലാം, സലാം കൊണ്ട് ആരാണ് തുടങ്ങേണ്ടത് നബിയേ? കാല ഔലാഹുമാ ബില്ലാഹ്, പിന്നെ അള്ളാഹിനോട് ഏറ്റവും ബന്ധമുള്ളവൻ ആരാണ് ആ ബന്ധവന് കിട്ടും. ആരാ ഓൻ തുടങ്ങട്ടെ വിചാരിച്ച് കാത്തിക്കല്ല വേണ്ട, ഞാൻ തുടങ്ങട്ടെ വിചാരിച്ച് ഞാൻ തുടങ്ങിയാൽ എനിക്കെന്ത് കിട്ടും? അള്ളാഹുമായിട്ടുള്ള ബന്ധം കൂടുതൽ കിട്ടും. റവാഹു തിർമിദി ഹാദാ ഹദീസുൻ ഹസൻ. ബാബു ഇസ്തിഹ്ബാബിയാദത്തി സലാമി, സലാമിനെ വീണ്ടും വീണ്ടും പറയൽ സുന്നത്താണെന്ന് പറയുന്ന ബാബ്. അലാമൻ തഖറലിക്കാഹു അലാ ഖുർബിൻ, അവനെ പെട്ടെന്ന് തന്നെ വീണ്ടും വീണ്ടും കണ്ടുമുട്ടിയാൽ ആ കണ്ടുമുട്ടിയവൻ്റെ മേലിൽ വീണ്ടും വീണ്ടും സലാം പറഞ്ഞു സുന്നത്തുണ്ട്. കണ്ടു സലാം പറഞ്ഞു, കുറച്ച് പോയി ഇനിയും കണ്ടിട്ടുണ്ട്, പിന്നെയും അസ്സലാമു അലൈക്കും, പിന്നെയും കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും അസ്സലാമു അലൈക്കും. കണ്ണ് പറഞ്ഞ് പിന്നെയും കാണാൻ തുടങ്ങിയാൽ പിന്നെ എന്തുണ്ട്? സലാം പറയൽ പിന്നെ സുന്നത്തുണ്ട്. ബിയൻ ദഖല സുമ്മ ഖറജ, പുറത്തേക്ക് ഇറങ്ങി അകത്തേക്ക് കയറി, എന്നാൽ ഞാൻ പറ്റട്ടോ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിറങ്ങി,
ഇങ്ങോട്ട് ഇങ്ങനെ വന്നു. അപ്പം തന്നെ വന്നു. എന്നാലും അസ്സലാമു അലൈക്കും ഒന്ന് കണ്ടുമുട്ടിയതിന് സലാം പിന്നെയും പറയാം. പിന്നെ സുമ്മ ദഖല ഫിൽ ഹാലി, പിന്നെ അപ്പം തന്നെ അകത്ത് കയറി. ഔ ഹാല ബൈനവുമാ ഷജറത്തുമനാവു, ആ വൃക്ഷമോ മറ്റോ അവർക്കിടയിൽ മറയിട്ടാലും സലാം പറയൽ സുന്നത്താണ്. അവൻ സലാം പറഞ്ഞ് അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ ഒരു മരത്തിൻ്റെ അപ്പുറത്തൂടെ അങ്ങനെ പോയി ഇങ്ങോട്ട് തന്നെ വന്നു. എന്തായാലും സലാം പറയൽ എന്തുണ്ട്? സുന്നത്തുണ്ട്. وعن أبي هريرة رضي الله عنه في حديث المسيء صلاته, നിസ്കാരം കേടുവരുത്തിയ വ്യക്തിയെക്കുറിച്ച് ചർച്ച ചെയ്ത ഹദീസിലെ അപൂർവ റിപ്പോർട്ട്, അന്നഹു ജാഅ, നിശ്ചയമായിട്ടും ആ വ്യക്തി വന്നു, വസല്ലാം, സലാം പറഞ്ഞു, സുമ്മ ജാഅ ഇലൻ നബി, പിന്നെയും തങ്ങളിലേക്ക് വന്നു, വസല്ലം അലൈഹി, പിന്നെ സലാം പറഞ്ഞു, ഫറദ്ദ അലൈഹി സലാമ, സലാം മടക്കി, ഫഖാല, തങ്ങൾ ഫസല്ലി ഫഇന്നക ലം തുസല്ലി, പോയിട്ട് നിസ്കരിച്ചിട്ട് വാ, നിസ്കരിച്ചിട്ടില്ല. ഫറജഅ ഫസല്ല, അദ്ദേഹം മടങ്ങി പിന്നെയും നിസ്കരിച്ചു. സുമ്മ ജാഅ വസല്ലമ, പിന്നെയും വന്നു, പിന്നെയും സലാം പറഞ്ഞു. അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹിന്റെ മേലെ സമറാത്തിൻ, ഈ പ്രക്രിയ 3 തവണ തുടർന്നു. അവളൊക്കെ സലാം പറഞ്ഞില്ലേ, പോവാ, പിന്നെ അസ്സലാമു അലൈക്കും പറയാം, പിന്നെയാണ് നിസ്കരിച്ച പിന്നെ കേട്ടിട്ട് വരിക, സലാം പറയാം. അപ്പോഴൊക്കെ സലാം അടക്കണോണ്ട്. മുത്തഫഖുൻ അലൈഹി. വഅൻഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല, ഇദാ ലഖിയ അഹദുക്കും അഖാഹു, നിങ്ങളുടെ ഒരാള് തൻ്റെ സഹോദരനെ കണ്ടുമുട്ടിയാൽ സലാം പറയട്ടെ. പിന്നെ ഫലിസല്ലിം അലൈഹി, സലാം പറയട്ടെ. ഫൈൻ ഹാലത്ത് ബൈനഹുമാ ഷജറത്തുൻ ഔ ജിദാറുൻ ഔ ഹജറുൻ, ഈ രണ്ടാൾക്കാരുടെ ഇടയിൽ വൃക്ഷമോ അല്ലെങ്കിൽ ഒരു ചുമരോ അതല്ലെങ്കിൽ ഒരു കല്ല് തന്നെയും മറയിട്ടാൽ, സുമ്മലക്കിയഹോ, 2ാം തവണ പിന്നെയും കണ്ടുമുട്ടുമ്പോൾ ഫലിസല്ലിം അലൈഹി, പിന്നെയും സലാം പറയട്ടെ. റവാഹു അബൂ ദാവൂദ. മനസ്സിലായില്ലേ? ഒരാൾ തൻ്റെ വീട്ടിൽ കയറുമ്പോൾ സലാം പറയൽ സുന്നത്താണെന്ന് പറയണ ബാബ്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് കയറുകയാണെങ്കിൽ സ്വന്തം നഫ്സുകളുടെ മേൽ സലാം പറയണേ. തഹിയ്യത്തൻ മിൻ ഇൻദില്ലാഹി, അള്ളാന്റെ കയ്യിൽ നിന്നുള്ള ഒരു അഭിവാദ്യമായ നിലയിൽ, മുബാറകത്തൻ, ബറകത്താക്കപ്പെട്ട, തയ്യിബത്തൻ, സംശുദ്ധവുമായതായ. റസൂലുള്ളാഹി പറഞ്ഞു, യാ ഉനയ്യ, എൻ്റെ കുഞ്ഞി മോനെ, ഇദാ ദഖൽത അലാ അഹ്ലിക, നിന്റെ ഭാര്യ സന്താനങ്ങളടുത്തേക്ക് വീട്ടിൽ കയറി ചെല്ലുമ്പോൾ വസല്ലിം, നീ സലാം പറയണം. യകുൻ ബറകത്തൻ അലൈക വഅലാ അഹ്ലി ബൈതിക, നിന്റെ മേലും നിന്റെ വീട്ടുകാരുടെ മേലും അതൊരു ബറക്കത്താണ് മോനെ. റവാഹു തിർമിദി വഖാല ഹദീസുൻ ഹസനുൻ സ്വഹീഹ്. ബാബു സലാം അൽ സുബിയാനി, കുട്ടികളുടെ സലാം പറ സുന്നത്താണെന്ന് പറയണ ബാബു. അനസ് റളിയല്ലാഹു അൻഹു മർറ അലാ സുബിയാനി മുത്തനബി, കുറച്ച് കുട്ടികളുടെ അരികിലൂടെ നടന്നു പോകുകയായിരുന്നു. വസല്ലം അലൈഹിം, തങ്ങളുടെ മേൽ സലാം പറഞ്ഞു. വഖാല, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അനസ് എന്നവർ പറയാണ്, റസൂലുള്ളാഹിക്ക് പതിവുണ്ടായിരുന്നു, യഫ്അലുഹു, അങ്ങനെ കുട്ടികളോട് കണ്ട സലാം പറയുന്ന പതിവുണ്ടായിരുന്നു. മുത്തഫഖുൻ അലൈഹി. ബാബു സലാം റജുലി അലാ സൗജത്തിഹി, ഒരാള് തൻ്റെ ഭാര്യയ്ക്ക് സലാം പറയൽ സുന്നത്താണ് എന്നും. വൽമർഅതി മിൻ മഹാരിമിഹി, തൻ്റെ കെട്ടുബന്ധമറാമായ കൂട്ടത്തിൽപ്പെട്ട പെണ്ണുങ്ങളോടും സലാം പറയൽ സുന്നത്താണ്. വഅലാ അജ്നബിയ്യത്തിൻ വഅജ്നബിയ്യാത്തിൻ ലാ യഖാഫുൽ ഫിത്നത ബിഹിന്ന, അന്യ സ്ത്രീ ഒറ്റ പെണ്ണിനോടും പല പെണ്ണിനോടും സലാം പറയാം, പക്ഷെ എന്ത് വേണം, ഓലെ കൊണ്ട് ഫിത്ന ഭയം ഉണ്ടാകരുത്. എന്നാ പിന്നെ ഓർക്കും സലാം പറയാം. സലാമിഹിന്ന ബിഹാദ ഷർത്തി, ഈ ദിവനം നോക്കുമ്പോൾ പെണ്ണുങ്ങൾക്ക് ആണോട് ഇങ്ങോട്ടും സലാം പറയാൻ പറ്റും എന്നും പറയണ ബാബ്. വാൻ സഹ്ൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല, കാനത്ത് ഫീനാ ഇംറാത്തുൻ, ഞങ്ങളെ കൂട്ടത്തിൽ സ്ത്രീ ഉണ്ടായിരുന്നു. ഫിരിവാത്തിൻ കാനത്ത് ലനാ അജൂസ്, ഞങ്ങളെ കാട്ടത്തിൽ ഒരു വൃദ്ധ ഉണ്ടായിരുന്നു. തഖുദു മിൻ ഉസൂലി സിൽഖി, ഒരു തരം ചെടിയാണ്, അതിൻ്റെതായിരിക്കുന്ന മുരട് വെട്ടിയെടുക്കും. ഫതത്റഹു ഫിൽ കദരി, എന്നിട്ട് കലത്തിലിടും. വതുകർകിറു ഹബ്ബാത്തിൻ മിൻ ഷഈർ, എന്നിട്ട് ഷഈറാൽ തൊലി ഗോതമ്പത്തിനാണുള്ളതായിരിക്കുന്ന ധാന്യങ്ങളെ അത് പൊടിക്കും. ഫൈദ, അങ്ങോട്ട് അതിലിട്ടിട്ട് എന്നാണ് അത് എന്തോ ഒരു പുതിയ ഒരു പലഹാരമാക്കി മാറ്റും എന്നർത്ഥം.
എന്നിട്ട് ഫൈദാ സല്ലൈന ജുമുഅ, ഞങ്ങൾ ജുമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഫൻസറഫ്ന തിരിഞ്ഞു പോരുമ്പോൾ മുസല്ലിമു അലൈഹ, പെണ്ണിന് മേൽ ഞങ്ങൾ സലാം പറയും. തുഖദ്ദിമുഹു ഇലൈന, ജുമ കഴിഞ്ഞു പോരുന്ന ഞങ്ങളിലേക്ക് ആ പെണ്ണ് അതിനെ മുന്തിക്കുകയും ചെയ്യുമെന്ന്. ഉമ്മാമ ഏതായാലും ജുമയ്ക്ക് വരൂലല്ലോ. അപ്പം ഞങ്ങൾ ആണുങ്ങൾ ജുമ കഴിഞ്ഞിങ്ങനെ ഇറങ്ങുമ്പോൾ ഉമ്മാമ എന്ത് ചെയ്യും, എല്ലാ വെള്ളിയാഴ്ചയും എന്ത് ചെയ്യും, ഒരു പുതിയ ഒരു പലഹാരം ഉണ്ടാക്കിക്കാണ്ട് ഇവിടെ ജുമന്ന് ഇറങ്ങി പോകുന്ന ആൾക്കാർക്ക് വേണ്ടിക്കാണ്ട് എന്ത് ചെയ്യും, ഒരു സാധനം ഉണ്ടാക്കി വെക്കും. എന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് ഞങ്ങൾ എന്ത് ചെയ്യും, അമ്മാമ്മക്ക് പിന്നെ സലാം പറയും. പിന്നെ അപ്പോൾ പെണ്ണെന്ത് ചെയ്യും, ഞങ്ങൾക്ക് ഇതിങ്ങനെ വളമ്പി തരും. ഏത്? ഈ പലഹാരം. റവാഹുൽ ബുഖാരി. തുകർക്കിറു അറിയുന്നെങ്കിൽ തത്വഹനു പൊടിക്കുന്ന അർത്ഥം. وعن أم هانئ فاخطة بنت أبي طالب رضي الله عنها أنها قالت أتيت النبي صلى الله عليه وسلم يوم الفتح, മക്ക ഫതഹാവുന്ന അന്ന് മുത്തനബീൻ്റെ അടുത്ത് ഞങ്ങൾ ചെന്നു. വഹുവ യഗ്തസിലു, നബി തങ്ങൾ കുളിക്കുകയാണ്. ഫാത്തിമ തസ്തുറുഹു ബിതൗബിൻ, ഫാത്തിമാവിയെ തുണി കൊണ്ട് കർട്ടനാക്കി പിടിച്ചേക്കാണ്. കുളിച്ചുമ്പോൾ മറ വേണ്ടേ, അതിന് ഫാത്തിമ ബീവി ഇങ്ങനെ ചെയ്തൊക്കെയാണ്, ഒരു കർട്ടനാക്കി പിടിച്ചിട്ടുണ്ട് ഡ്രസ്സ്. അപ്പോൾ സല്ലംതു, ഞാൻ സലാം പറഞ്ഞു. ഫദക്കറത്തിൽ ഹദീസ, അപ്പോൾ കുളിക്കുന്നവരോട് സലാം പറയൽ അനുവദനീയാന്ന് കിട്ടി. റവാഹു മുസ്ലിം. വഅൻ അസ്മാ ബിൻതി യസീദ റളിയല്ലാഹു അൻഹാ അന്നഹാ ഖാലത്ത് മറ അലൈന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്മാവി പറയാണ്, ഒരു സംഘത്തിലായ നിലയിൽ ഞങ്ങൾക്കിടയിൽ ഞങ്ങൾക്ക് മുത്തനബി സലാം പറഞ്ഞു. ഫസല്ലം അലൈ, ഞങ്ങൾ സലാം പറഞ്ഞു. അസ്മാവി അടക്കമുള്ള പെണ്ണുങ്ങളുടെ സംഘം അങ്ങനെ നിൽക്കുകയും നബി നടന്നങ്ങനെ പോയി. അപ്പോൾ സലാം പറഞ്ഞു. റവാഹു ദാവൂദ് തിർമിദി വഖാല ഹദീസുൻ ഹസൻ. വഹാദാ ലഫ്ളു അബീ ദാവൂദ വലഫ്ളു തിർമിദി, തിർമിദിൻ്റെ ലഫ്ള് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ ഫിൽ മസ്ജിദി യൗമൻ, മുത്തനബി പള്ളിയിലൂടെ ദിവസം നടന്നുപോയി. വഅസ്ബത്തും മിനൻ നിസായി ഖുഊദ്, ഒരു സംഘം പെണ്ണുങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഫൽവാ ബിയദിഹി ബിതസ്ലീമി, ഞങ്ങൾ കൈകൊണ്ട് ഇങ്ങനെ ഒന്നിങ്ങനെ ആംഗ്യം സലാം പറയും പോലെ ആംഗ്യം കാട്ടി. ബാബു തഹരീമി ബിദാഇനൽ കുഫാറ ബിസലാമി, കുഫാറിനോട് സലാമു കൊണ്ട് തുടങ്ങൽ ഹറാമാണെന്ന് പറയണ ബാബ്. രാമൻകുട്ടിനെ കാണുമ്പോൾ രാമ അസ്സലാമു അലൈക്കും എന്ന് പറയൽ ഹറാമാണ്. കൈഫിയത്തി റദ്ദി അലൈഹിം, അഥവാ ഒരു സലാം പറഞ്ഞാൽ എങ്ങനെ മടക്കണം എന്നും പറയണ ബാബ്. ഫസ്തൈ ബാബി സലാമി അലാ അഹ്ലി മജ്ലിസിൻ ഫീഹി മുസ്ലിമൂന കുഫാറുൻ, മുസ്ലിമും കുഫാറും കൂടി ഇടകലർന്ന സദസ്സാണെങ്കിൽ ആ സദസ്സിൻ്റെ മേലും സലാം പറയും സുന്നത്താണെന്ന് പറയണ ബാബ്. അത് ചെന്ന് നോക്കുമ്പോൾ മജ്ലിസിൽ ഏതുമുണ്ട്, രണ്ടുമുണ്ട്. എന്നാൽ സലാം പറ സുന്നത്തുണ്ട്. ഞാൻ മുസ്ലിം ഒരാളെ ഉണ്ടായാൽ മതിയല്ലോ. വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, റസൂലുള്ളാഹി പറയാണ്, ലാ തബ്ദഉൽ യഹൂദ വലൻ നസാറാ ബിസ്സലാം, ജൂത ക്രിസ്തീയർക്ക് സലാം തുടങ്ങരുത്. വഇദാ ലഖീതും അഹദഹും ഫീ തരീഖിൻ ഫൽതറുഹു ഇലാ ലിയഖിഹി, ഈ ടീമിൽപ്പെട്ട ഒരാളെ നിങ്ങൾ വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയാൽ ഓനെ നിങ്ങൾ അങ്ങോട്ട് അണച്ചു കൂട്ടണം, പൊടിച്ചു ഉന്തണം. ഇലാ ലിയഖിഹി, വഴിയിൽ നിന്ന് ഇടിഞ്ഞതിലേക്ക്. റവാഹു മുസ്ലിം. പിന്നെ വൻ അനസ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സല്ലമ അലൈക്കും അഹ്ലുൽ കിതാബി, കിതാബിൻ്റെ അഹ്ലുകാർ നിങ്ങളോട് സലാം പറഞ്ഞാൽ ഫഖൂലു വഅലൈക്കും, വഅലൈക്കും എന്ന് പറഞ്ഞാൽ മതി, സലാം എന്ന് പറയണ്ട, വലൈക്കും എന്ന് പറഞ്ഞാൽ മതി. ആരെ ചങ്ങ സലാം പറഞ്ഞാലേ സലാം വലൈക്കും എന്നോട് രമേശ് പറഞ്ഞത് ചെയ്താൽ മതി, വലൈക്കും എന്ന് പറഞ്ഞാൽ മതി. മുത്തഫഖുൻ അലൈഹി. وعن أسامة رضي الله عنه أن النبي صلى الله عليه وسلم مر على مجلس فيه أخلاط من المسلمين മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളും മുസ്ലിമീങ്ങളും ആവുന്ന ഇടകലറിലുള്ള ഒരു സദസ്സിൻ്റെ മേലെ തങ്ങൾ നടന്നു. അബദത്തിൽ ഔസാനി വൽ യഹൂദി, ബിംബാരാധകന്മാരും ജൂതന്മാരുമുണ്ട്. ആ സമയത്ത് സല്ലം അലൈഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓൽക്ക് മേൽ സലാം പറഞ്ഞു. മുത്തഫഖുൻ അലൈഹി. പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാബു ഇസ്തിഹ്ബാബിസ് സലാമി ഇദാ ഖാമ മിനൽ മജ്ലിസി, ഒരു മജ്ലിസിൽ നിന്ന് പോകാൻ വേണ്ടി എഴുന്നേൽക്കുമ്പം സലാം പറയൽ സുന്നത്താണെന്ന് പറയുന്ന ബാബ്. ഫഫാറഖ ജുലസാഹു, തൻ്റെ സദസ്യരോട് വിട പറയുമ്പോഴും, ഔ ജലീസഹു, അല്ലെങ്കിൽ തൻ്റെ കൂടെ ഇരിക്കുന്നവനോട് വിട പറയുമ്പോഴും ഒക്കെ സലാം പറയൽ സുന്നത്താണെന്ന് പറയുന്ന ബാബ്. وعن أبي هريرة رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم إذا انتهى أحدكم من المجلس, ഒരാൾ മജ്ലിസിലേക്ക് അറ്റമായാൽ ഫല്യുസല്ലിം, അവൻ സലാം പറയട്ടെ.
കഴിഞ്ഞില്ല. വൈദാറാത യക്കൂമ, അവിടെ നിന്ന് എഴുന്നേറ്റ് പോരാൻ ഉദ്ദേശിക്കുമ്പോഴും ഫല്ലുസല്ലിം, സലാം പറയട്ടെ. ഒരു മജ്ലിസിക്കാട് എത്തിയാൽ അപ്പോഴും സലാം പറയട്ടെ, പോരുകയാണെങ്കിൽ അപ്പോഴും സലാം പറയട്ടെ. കഴിഞ്ഞില്ല. ആദ്യത്തത് അവസാനത്തിനേക്കാൾ കൂടുതൽ ബന്ധപ്പെട്ടതൊന്നും അല്ല. ഒരാൾ കണ്ടുമുട്ടുമ്പോഴുള്ള സലാമ് എനിക്ക് ഇതിനേക്കാൾ മഹത്വം കൂടുതലല്ല, പിരിയുമ്പോഴുള്ള സലാമിനേക്കാൾ മഹത്വമൊന്നും ഇല്ല. രണ്ടിനും കൂലിയുണ്ട്, ഒരേ കൂലിയാണ്. ചിലർക്ക് ഇത് കണ്ടുമുട്ടുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് അറിഞ്ഞു, പോകുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് അറിയണ്ട, അതിനും നല്ല സ്ഥാനമുണ്ട്. റവാഹു അബൂ ദാവൂദ വതിർമിദി വഖാല ഹദീസുൻ ഹസൻ. ബാബുൽ ഇസ്തിദാനി വഅദാ ബിഹി, അനുവാദം ചോദിക്കുന്നതിനെന്ന് പറയുന്ന ബാബ്, അതിൻ്റെ അതബ് എങ്ങനെയാണെന്നും പറയുന്ന ബാബ്. ഖാല അല്ലാഹു തആല യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ. മുമ്പ് കഴിഞ്ഞില്ലത്. വഖാല തആല, അല്ലാഹ് പറയാണ്, ഇദാ ബലഗൽ അത്ഫാലു മിൻകുമുൽ ഹുലുമ, നിങ്ങളിൽ നിന്ന് കുട്ടികൾ പ്രായപൂർത്തി എത്തിച്ചു കഴിഞ്ഞാൽ ഫല്യസ്തഅ്ദിനൂ കമാ ഇസ്തഅ്ദന അല്ലദീന മിൻ ഖബ്ലിഹിം, മുമ്പുള്ളവർ അനുവാദം ചോദിക്കുന്നത് പോലെ ഇവരും അനുവാദം ചോദിക്കട്ടെ. വഅൻ നബി മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഇസ്തിദാനു സലാസ്, 3 വട്ടം അനുവാദം ചോദിക്കണം. ഇതാ ഉദിനലക്ക, നിനക്ക് അനുവാദം നൽകപ്പെട്ടാൽ നീ അങ്ങോട്ട് കയറിയിരുന്നോ. ഇല്ല, 3 വട്ടം അനുവാദം ചോദിച്ചിട്ടില്ലെങ്കിൽ, അനുവാദം കിട്ടിയില്ലെങ്കിൽ ഫർജിഅനി, തിരിച്ചിങ്ങോട്ട് പോരുകയും ചെയ്തോ. മുത്തഫഖുൻ അലൈഹി, അതല്ലാതെ കയറരുത്. വൻ സഹ്ൽ ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമാ ജുഇലൽ ഇസ്തിദാനു, അനുവാദം ചോദിക്കലാക്കപ്പെട്ടു മിൻ അജ്ലിൽ ബസർ, ബസർ കാരണമായിട്ടാണ്. പെരിയിൽ ചിലപ്പം വർത്താനം പറഞ്ഞു തീർക്കുകയാണ് വിചാരം, ചില വാപ്പി മക്കൾ വർത്താനം പറഞ്ഞിരിക്കുകയാണ് വിചാരം, എല്ലാം കൂടി പുറമക്കാർ കേൾക്കാൻ പറ്റിയതാവില്ല. അപ്പം ഇവനങ്ങോട്ട് ചെല്ലുമ്പോൾ എന്ത് വേണം? അസ്സലാമു അലൈക്കും, അങ്ങോട്ട് കയറിക്കോട്ടെ എന്ന് ചോദിക്കണം. ഇതിനില്ലെങ്കിൽ വേണം പോരുക, അല്ലാതെ എന്ത് ചെയ്യരുത്, മുണ്ടാതെ കയറി ചെല്ലരുത്. ചിലവർ മുണ്ടാതെ ഒത്തിങ്ങനെ കയറിങ്ങാണ്ട് മുമ്പ് എത്തിയണേ കയറാം കാണല്. അപ്പോൾ ചിലപ്പം ഇവർ തമ്മിൽ പറയാൻ പറ്റാത്ത വർത്താനമൊക്കെ ഉണ്ടാവും, കാണാൻ പറ്റാത്തത് കണ്ടാവും. ചിലപ്പം ഡ്രസ്സ് ചിലപ്പോൾ തിരിക്കിട്ടിട്ടുണ്ടാവില്ല. സ്ത്രീകളൊക്കെ പേരൻ്റെ ഉള്ളിലാവുമ്പോൾ ചിലപ്പം തലി തട്ടിട്ടുണ്ടാവില്ല, ചിലപ്പോൾ മാറൊക്കെ കാണുന്നുണ്ടാവും. ഇപ്പം വലിയ മാറിലും അത് കാണുമ്പോൾ അതിനെ കയറി ചെന്നിട്ടുണ്ടെങ്കിൽ ആ പെണ്ണാകെ മാനം കെടൂലേ. അപ്പോൾ ആ കണ്ണ് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ആ മുറ്റത്തുനിന്ന് അനുവാദം ചോദിച്ചിട്ടല്ല എന്ത് ചെയ്യരുത്, അവത്തുകണ് കയറരുത്. കാരണം പിന്നെ വൻ റിബഈ ഇബ്നു ഹിറാശ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഹദ്ദസനാ റജുലുൻ മിൻ ബനി ആമിർ, ഞങ്ങളോട് ബനു ആമിർ ഗോത്രത്തിൽപ്പെട്ട ഒരാൾ പറയാണ്, ഇസ്തഅ്ദന, അദ്ദേഹം അനുവാദം ചോദിച്ചു, അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ മേൽ അനുവാദം ചോദിച്ചു. ഫീ ബൈത്തിൻ, ശരി, മുത്തനബി വീട്ടിലായപ്പോഴേ അനുവാദം ചോദിച്ചു. ഫഖാല അലിജു, പിന്നെ ഞാൻ കയറട്ടെ ചോദിച്ചു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാദിമിഹി, സേവകനോട് മുത്തനബി പറഞ്ഞു, ഉഖ്റുജ് ഇലാ ഹാദാ, അയാളടുത്ത് ഇറങ്ങിച്ചെല്ല്. ഒരാൾ മുറ്റത്ത് അനുവാദം ചോദിക്കേണ്ട, ഞാൻ കയറട്ടെ ചോദിക്കേണ്ട ഒരാൾ ഒന്ന് ഇറങ്ങിച്ചെല്ലുക. ഫഅല്ലിംഹുൽ ഇസ്തിദാന, അയാൾക്ക് എങ്ങനെ അനുവാദം ചോദിക്കലെന്ന് പഠിപ്പിക്കുക. ഫഖുല്ലഹു, അയാളോട് പറയണം, ഖുൽ അസ്സലാമു അലൈക്കും, അത് അസ്സലാമു അലൈക്കും എന്ന് പറയും. അദ്ഖുലു, അങ്ങനെ പറയട്ടെ ചോദിച്ചു. ശരി, അസ്സലാമു അലൈക്കും അദ്ഖുലു, അങ്ങനെ പറയാൻ പഠിപ്പിച്ചു കൊടുക്കുക അയാൾക്ക്. കാരണം ഫസമിഅഹു റജുലു, ഈ പഠിപ്പിക്കണമെന്ന് ആര് കേട്ടു? മുറ്റത്തുള്ള ആൾ കേട്ടു. ഫഖാല അസ്സലാമു അലൈക്കും അദ്ഖുലു, അപ്പോൾ അയാൾ അസ്സലാമു അലൈക്കും അദ്ഖുലു എന്ന് പറഞ്ഞു. ഫഅദിന ലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫദഖല, അപ്പോൾ അയാൾക്ക് മുത്തനബി അനുവാദം കൊടുത്തു, അകത്ത് കയറുകയും ചെയ്തു. റവാഹു അബൂ ദാവൂദ ബിസ്നാദിൻ സഹീഹ്. വഅൻ കിൽദത ബിനിൽ ഹംബലി റളിയല്ലാഹു അൻഹു അന്നഹു ഖാല അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ അടുത്ത് ഞാൻ ചെന്നു. ഫദഖൽതു അലൈഹി വലം ഉസല്ലിം, മുത്തനബിയുടെ അടുത്ത് ഞാൻ കയറി ചെന്നു, സലാം പറയാതെ. ഫഖാല, തങ്ങൾ പറഞ്ഞു, ഇറങ്ങി ഓടുന്നു അർത്ഥം തീർച്ചയായും അവിടെ പറഞ്ഞു, മുറ്റത്തേക്ക് തന്നെ ഇറങ്ങി. ഫഖുൽ അസ്സലാമു അലൈക്കും അദ്ഖുലു, അസ്സലാമു അലൈക്കും അദ്ഖുലു എന്ന് മുറ്റത്തുനിന്ന് പറയാറുണ്ട്, മുണ്ടാതെ അവത്തേക്ക് കയറില്ല. റവാഹു അബൂ ദാവൂദ് തിർമിദി വഖാല ഹദീസുൻ ഹസൻ. മനസ്സിലായില്ലേ? ബാബു ബയാനി അന്ന സുന്നത്ത ഇദാ ഖീല ലിൽ മുസ്തദ്നി മന്നൻത,
ഇത് ബയാൻ ചെയ്യണ ബാബാണ്. എന്ത് സുന്നത്ത് ഇങ്ങനെയാണ്. ഒരു അനുവാദം ചോദിക്കുന്നവനോട് മന്നൻതാന്ന് ചോദിക്കപ്പെട്ടാൽ അയ്യക്കൂലാവും പറയലാണ് ഫുലാൻ ഫുലാൻ എന്ന് പറയലാണ്. ആണ് കേരട്ട് ചോദിച്ചു, താങ്കൾ ആരാണ് ചോദിച്ചില്ലേ, അത് ഞാനാണ് ആര് ചിലക്കാർ അങ്ങനെ പറയരുത്. പിന്നെ എന്ത് പറയണം? ഇതോ ഞാൻ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ മുഹമ്മദാണ് എന്ത് ചെയ്യണം? അവൻ പറയണം. അല്ലെങ്കിൽ ഞാൻ അബ്ദുറഹ്മാനാന്നാണ്ട് പറയണം. പിന്നെ ഫൈസമ്മീ നഫ്സഹു, എന്നിട്ട് ഓൻ്റെ പേരോ പറയണം. ഏത് പേരാ പറയേണ്ടത്? ബിമായുറഹു ബിഹി, ഏത് പേരും ഉണ്ടാവാൻ അറിയപ്പെടില്ല. കുഞ്ഞാപ്പു ആണെങ്കിൽ കുഞ്ഞാപ്പുവാണ് പറയണം. പിന്നെ മിൻ ഇസ്മിൻ, അത് ചില പേരാവാം. ഔ കുഞ്ഞത്തിൻ, അല്ലെങ്കിൽ ഓമന പേരാകാം. ഏതാണോ ഓനെ അറിയപ്പെടുന്ന പേരെങ്കിൽ അതാണ് പറയണം. കറാഹത്തി കൗലിഹി അന, അന എന്ന് പറയുന്നത് മോശമാണ് എന്ന് പറഞ്ഞ ബാബ് പനാവിയ അതുപോലത്തോ ശരിയല്ലേ. വൻ അൻസ് റളിയല്ലാഹു അൻഹു ഫി ഹദീസിൽ മഷ്ഹൂർ ബിൽ ഇസ്റാ, മുത്തനബിയെ രാപ്രയാണം നടത്തിയ ബന്ധപ്പെട്ട പ്രസിദ്ധമായ ഹദീസ് ഉണ്ടല്ലോ, അതിൽ അനസ് എന്നവരെ റിപ്പോർട്ട് എന്നോ കാല, അനസ് എന്നവർ പറയാണ് കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മ സഇദ ബി ജിബ്രീൽ അലൈഹിസ്സലാം, പിന്നെ എന്നെ ഇങ്ങോട്ട് ജിബ്രീൽ കയറ്റി എങ്ങോട്ട്? ഇല സമാഇ ദുനിയ, ഒന്നാം ആകാശത്തേക്ക് എന്നെ കയറ്റി കൊണ്ടുപോയി. ഫസ്തഫ്തഹ ജിബ്രീൽ, അവിടുന്ന് മലക്കുകളോട് പറഞ്ഞു, ഡോർ തുറക്കുകയായിരുന്നു. ആരോട്? മലക്കുകളോട്. ഫഖീല, അപ്പോൾ അവിടുന്ന് ചോദിക്കപ്പെട്ടു മൻഹാദ, ആരാ പുറത്താരാന്ന് ചോദിച്ചു. കാല, അപ്പോൾ ജിബ്രീൽ പറഞ്ഞു ജിബ്രീൽ. അങ്ങനെയാണ്, കാല ജിബ്രീൽ എന്നല്ല, കാല ജിബ്രീൽ എന്നാ വായിച്ച. കാല ജിബ്രീൽ എന്ന് വെച്ചരുത്, കാല ജിബ്രീൽ പറഞ്ഞു ജിബ്രീൽ, അങ്ങനെയാണ്. കീല, അപ്പോൾ ചോദിക്കപ്പെട്ടു മമ്മക്ക, കൂടാരാണ്? കാല മുഹമ്മദ് എന്നല്ല, കാല ജിബ്രീൽ പറഞ്ഞു മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ثم صعد إلى السماء الثالثة والرابعة ثانية والثالثة والرابعة, 3, 4, 5 ഒക്കെ ആകാശത്തേക്ക് അങ്ങ് സായിരിഹിന്ന, എല്ലാത്തിനും ഓരോ 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 ആകാശത്തേക്ക് ഇങ്ങനെ കയറ്റിയും കൊണ്ട് പോയി. ആരെ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. ആരെ കൊണ്ടുപോയത്? ജിബ്രീൽ അലൈഹിസ്സലാം. അവിടുന്നൊക്കെ ഇഖാലു ഫി കുല്ലി സമാ, ഫി ബാബി കുല്ലി സമാ, എല്ലാ സമാഇൻ്റെയും ഡോറിങ്ങെന്ന് ചോദിക്കപ്പെടും. മൻഹാദ, ആരാ പുറത്താരാ? യഖൂലു, അപ്പോൾ അപ്പോഴൊക്കെ ജിബ്രീൽ എന്ന് പറയും? ജിബ്രീൽ ജിബ്രീൽ എന്ന് പറയും. ശരി, ഞാനാന്നറിയില്ല, എന്നെന്താ പറയുക? ജിബ്രീലാണ് പറയും. തഫഖുൻ അലൈഹി. വഅൻ അബീ ദർ റളിയല്ലാഹു അൻഹു ഖാല ഖറജതു ലൈലതൻ മിന ലയാലി, രാത്രിയിൽപ്പെട്ട രാത്രിയിൽ ഞാൻ പുറപ്പെട്ടു. ഫൈദാ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംശി വഹദാ, മുത്തനബി ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ്. അബൂദർ പറയാൻ ഫജഅൽതു അംശി ഫി ദില്ലിൽ ഖമരി, അമ്പിളിയുടെ നിഴലിൽ ഞാനിങ്ങനെ നടക്കാൻ തുടങ്ങി. അമ്പിളി മാമക്കുണ്ട് നേലുണ്ടാവില്ലേ, ഉച്ചയ്ക്ക് വെയിലത്തൊക്കെ തണലുള്ള മാതിരി അമ്പിളിക്കും ഉണ്ടാവില്ലേ തണൽ, ആ തണൽ ഞാനും അങ്ങനെ നടക്കാൻ തുടങ്ങി. ഫൽത്തഫത്ത, തങ്ങളും തിരിഞ്ഞു നോക്കി. ഞാൻ വല്ല ഇങ്ങനെ പിന്നെ ഇതിലിങ്ങനെ നടന്നിങ്ങനെ പോവാം, ദില്ലിലിങ്ങനെ നടന്നു പോവുക. അപ്പം മുത്തനബി വല്ല തിരിഞ്ഞു നോക്കി. ഫറആനി, എന്നെ കണ്ടു. ഫക്കാല മൻഹാദ, ധാരാ വെച്ചു. ഫഖുൽതു, ഞാൻ പറഞ്ഞു അബൂദരി, അബൂദറാണ് പറഞ്ഞു. എന്ത് പറഞ്ഞില്ല? ഞാനാന്ന് അറിഞ്ഞില്ല. നമ്മളോട് എന്ത് പറയും? ഞാനാണ്. ആരാ ദുനിയാവ് ഞാനല്ലാത്ത? മുത്തഫഖുൻ അലൈഹി. വൻ ഉമ്മി ഹാനിഇൻ റളിയല്ലാഹു അൻഹാ അന്നഹാ കാലത്ത് അത്തൈത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, മുത്തനബി വന്നു. വഹുവ യഗ്തസിലു, ഇങ്ങനെ കുളിക്കുകയാണ്. ഫാത്തിമത്തു തസ്തുറുഹു എന്നാണ് പറഞ്ഞിരുന്നത്. ഫാത്തിമ ബീവി ഇങ്ങനെ കർട്ടനായിട്ട് ഇങ്ങനെ തുണി പിടിച്ചു കൊടുത്തൊക്കെയാണ്. മുത്തനബി കുളിക്കുകയാണ്. ഫഖാല മൻ ഹാദിഹി, ഇതാരാ ഒരു പെണ്ണ് വന്നത് ചോദിച്ചു. കുൽത്തു, ഞാൻ പറഞ്ഞു അന ഉമ്മുഹാനി, ഞാൻ ഉമ്മുഹാനി ആണ്. തവഖുൻ അലൈഹി. അങ്ങനെയാണ് അതിൻ്റെ സുന്നത്തായ രൂപം. വൻ ജാബിർ റളിയല്ലാഹു അൻഹു ഖാല അത്തൈതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി വന്നു. ഫതഖഖത്തുൽ ബാബ, ഞാൻ ഡോർമലൊന്ന് മുട്ടി. ഫഖാല മൻ ദാ, ആരാത് ചോദിച്ചു. കുൽത്തു അന, ജാബിർ റളിയല്ലാഹു അൻഹു പറയണേ ഞാനാണ് കാരണം. ഫഖാല, തങ്ങൾ പറഞ്ഞു അന അന, ഞാന് കാന്നഹു കരിഹ, ആ മറുപടി തങ്ങൾ ഇഷ്ടപ്പെടാത്ത മാതിരി. മുത്തഫഖുൻ അലൈഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാബു ഇസ്തിഹ്ബാബി തശ്മീത്തിൽ ആഖിസി, തുമ്മിയവനക്ക് സമാധാനി കൊടുക്കൽ സുന്നത്താണ് പറഞ്ഞ ബാബു. ഇതാ ഹമിദല്ലാഹ്, അള്ളാഹനെ ഹംദ് ചെയ്താൽ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അത് കേട്ടോ എന്ത് പറയാ? റഹ്മുക്കല്ലാഹ് എന്ന് പറയാം. അപ്പോൾ കറാഹത്തി തസ്മീത്തിഹി ഇദാലം അഹമ്മദില്ല,
അള്ളാഹിനെ സ്തുതിക്കാത്തപ്പോൾ പിന്നെ തസ്മീത്ത് കറാഹത്താന്നും പറയുന്ന ബാബാണ്. ഒരാൾ അൽഹംദുലില്ലാഹ് പറയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണ്ട, ഇറമുക്കള്ള വരാൻ നിൽക്കണ്ട. അപ്പോൾ വേയാനി ആദാമി തസ്മീത്തി വൽ ഇത്വാസി വ തസാവുവി, ഈ ഈ സമാധാനിപ്പിക്കലിൻ്റെ, അതുപോലെ തന്നെ തുമ്മലിൻ്റെ, അതുപോലെ തന്നെ കോട്ടുവായിടുന്നതിൻ്റെ അതുബുകളൊക്കെ വിവരിക്കുന്ന ബാബ് വായിച്ചോളി. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ഇന്നല്ലാഹ യുഹിബ്ബുൽ ഇത്വാസ വയക്റഹു തസാവുബ. തുമ്മുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട പരിപാടിയും കോട്ടുവായ അള്ളാഹ്ക്ക് അനിഷ്ടമായ പരിപാടിയുമാണ്. ഫൈദ അത്വസ അഹദുക്കും, നിങ്ങൾ ഒരാൾ തുമ്മിയാൽ വഹമിദല്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന് പറയുകയും ചെയ്താൽ കാന ഹഖ്കൻ അലാ കുല്ലി മുസ്ലിമിൻ സമയഹു, അത് കേട്ട സർവ്വ മുസ്ലിമിനും ഒരു ബാധ്യതയായി മാറി. അൻ യഖൂല ലഹു, അവനോട് പറയൽ യർഹമുക്കല്ലാഹ്, യർഹമുക്കല്ലാഹ് എന്ന് പറയൽ ബാധ്യതയായി മാറി. അമ്മ തസാവു എന്ന കോട്ടുവായിടുക എന്ന് പറഞ്ഞത് ഫൈന്നമാ ഹുവ മിനശ് ശൈത്താൻ, അത് പിശാചിൻ്റെ വക്കൽ നിന്നാണ്. അങ്ങനെ ഫൈദാ തസാവബ അഹദുക്കും, നിങ്ങൾ ഒരാൾ കോട്ടുവായിടുകയാണെങ്കിൽ ഫല്യറുദ്ദഹു മസ്തതാഅ, അതിനവൻ അമർച്ച ചെയ്യട്ടെ പരമൻ്റെ കഴിവിൻ്റെ പരമാവധി. ഒതുക്കി വെക്കന്നെ, തൊള്ള മറത്തി പിടിച്ചിട്ടും പൊത്തിപ്പിടിച്ചിട്ടും ചാടാതൊക്കെ വേണ്ടിയുള്ള ട്രിക്കൊക്കെ എടുക്കന്നെ. ഫൈന്ന അഹദക്കും ഇദാ തസാവബ, നിങ്ങൾ ഒരാൾ കോട്ടുവായിട്ടാൽ ലഹിക മിൻഹു ശൈത്താൻ, അത് കാണുമ്പോൾ പിശാച് ശബ്ദമുണ്ടാക്കി ചിരിക്കുന്നുണ്ട്. റവാഹുൽ ബുഖാരി. വഅൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല ഇദാ അതസ അഹദുക്കും, നിങ്ങൾ ഒരാൾ തുമ്മിയാൽ ഫൽയഖുൽ, പറയട്ടെ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന് പറയട്ടെ. വൽയഖുൽ ലഹു അഖൂഹു ഔ സാഹിബുഹു, വനാഖനോട് പറയട്ടെ, അല്ലെങ്കിൽ സാഹിബുനോട് പറയട്ടെ യർഹമുക്കല്ലാഹ് എന്ന് പറയട്ടെ. ഫൈദാ ഖാല ലഹു, ഇതവനോട് പറഞ്ഞു കഴിഞ്ഞ് ഫൈദാ ഖാല ലഹു യർഹമുക്കല്ലാഹ്, അങ്ങനെ റഹമക്കല്ലാഹ് എന്ന് പറഞ്ഞാൽ ഫല്യഖുൽ, തുമ്മിയവൻ പറയട്ടെ യഹ്ദീകുമുല്ലാഹു യുസ്ലിഹു ബാലക്കും, അങ്ങനെ പറയണം. റവാഹുൽ ബുഖാരി. വഅൻ നബി മൂസൽ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല സമീഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, റസൂലുള്ളാഹി പറഞ്ഞു ഞാൻ കേട്ടു, ഇദാ അതസ അഹദുക്കും ഫഹമിദല്ലാഹ, നിങ്ങൾ നാളെ സ്തുതിക്കുകയും അള്ളാഹിനെ തുമ്മുകയും അള്ളാഹിനെ സ്തുതിക്കുകയും ചെയ്താൽ ഫശമ്മിതുഹു, ആ വ്യക്തിയെ കേട്ടവരെന്ത് ചെയ്യട്ടെ, സമാധാനിപ്പിക്കട്ടെ റഹ്മക്കുമുല്ലാഹ് കൊണ്ട്. ഫൈലം യഹ്മദില്ലാഹ ഫലാ തുശമ്മിതുഹു, ഓൻ അള്ളാഹിനെ സ്തുതിക്കുന്നില്ലെങ്കിൽ ഓനെ സമാധാനിപ്പിക്കാനും പോകരുതേ. റവാഹു മുസ്ലിം. അങ്ങനെയാണ്. വൈനും പിസ്കനാണെങ്കിൽ നിങ്ങളെന്ത് ചെയ്യാൻ പോലെ കെട്ടി മറിഞ്ഞ് റഹ്മക്കുല്ലാഹ് പറയാൻ പോകണ്ട. وعن أنس رضي الله عنه أنه قال اعطس رجلان عند النبي صلى الله عليه وسلم, മുത്തനബിന്റെ സാന്നിധ്യത്തിൽ രണ്ടാളുകൾ തുമ്മി. ഷമ്മത്ത അഹദഹുമാ വലം യുശമ്മിത്തില്ലാഹറ, ഒരാൾക്ക് മുത്തനബി അർഹമക്കമുള്ളതുകൊണ്ട് മറുപടി കൊടുത്തു, മറ്റേ ആൾക്കും അത് കൊടുത്തില്ല. ഫഖാലല്ലദീ ലം യുശമ്മിത്തുഹു, തങ്ങളുടെ തസ്മീത്ത് കിട്ടാത്ത ആ സഹാബി പറഞ്ഞു, അതസ ഫുലാനും ഫശമ്മതഹു ഫശമ്മത്തഹു, ഇന്നാലിനാൾ തുമ്മിയപ്പോൾ തങ്ങൾ അതെനിക്ക് റഹ്മക്കല്ലാഹ് മറുപടി പറഞ്ഞല്ലോ. ഫഅതസ്തു, ഞാൻ തുമ്മിയിട്ട് വലം തുശമ്മിത്തിനി, തങ്ങൾ എനിക്ക് എന്ത് ചെയ്തില്ല, റഹ്മക്കല്ലാഹ് പറഞ്ഞില്ലല്ലോ. ഫഖാല, അപ്പോൾ തങ്ങൾ പറഞ്ഞു, ഹാദ ഹമിദല്ലാഹ, ഇദ്ദേഹം അള്ളാഹിനെ സ്തുതിച്ചിരുന്നു. വഇന്നക ലം തഹ്മദില്ലാഹ, നീ അള്ളാഹിനെ ഹംദ് ചെയ്തില്ല, അതാണ് കാരണം. മുത്തഫഖുൻ അലൈഹി. കേട്ടില്ലേ? وعن أبي هريرة رضي الله عنه أنه قال كان رسول الله صلى الله عليه وسلم മുത്തനബിയായി إذا عطس وضع يده, തങ്ങൾ തുമ്മുമ്പോൾ കൈ വെക്കുമായിരുന്നു. ഔ സൗബഹു, അല്ലെ വസ്ത്രമോ അലാഫിഹി, വായനമേൽ വെക്കുമായിരുന്നു. തുമ്മുമ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ പൊത്തിപ്പിടിക്കും. നന്നായിട്ട് ജനങ്ങാടി ചുന്നതാക്കലല്ല, പിന്നെന്ത് ചെയ്യും, തൂവാല കൊണ്ടും മറ്റൊന്ന് പൊത്തിപ്പിടിക്കും. പിന്നെ അതിനാ കൈ സാധനം കൊണ്ടിടക്കായി. പിന്നെ ഹഫല, തങ്ങെന്ത് ചെയ്യും, തല താഴ്ത്തും. ഔ ഒല്ല ബിഹ, ഔ ഒല്ല, അല്ലെങ്കിൽ തങ്ങളെന്ത് ചെയ്യും, ദൃഷ്ടി താഴ്ത്തും എന്നാ പറഞ്ഞത്. ബിഹാദ് കൊണ്ട് സൗത്തഹു, ശബ്ദം താഴ്ത്തുന്ന്. ഇങ്ങനെ ഹഫല അല്ലെ ഒല്ല, ഏതായാലും ബിഹാ ഇതുകൊണ്ട് എത്താസ് കൊണ്ട് സൗത്തഹു, ശബ്ദം താഴ്ത്തും. പരമാവധി ഒച്ച ഉണ്ടാക്കാനല്ല നോക്കുക, പരമാവധി ഒച്ച ഇല്ലാതാക്കാൻ നോക്കും. ശക്കർ റാവി.
ഈ ഒല്ലാന്നാണോ പറഞ്ഞത് ഹൊഫല്ലാന്നാന്നുള്ളത് റാവിക്ക് ശക്കാണ്. റവാഹു അബൂ ദാവൂദ് വത്തിർമിദി വഖാല ഹദീസൻ ഹസൻ സ്വഹീഹ്. وعن أبي موسى رضي الله عنه أنه قال كان اليهود يتعاطسون عند رسول الله صلى الله عليه وسلم. മുത്തനബീൻ്റെ സാന്നിധ്യത്തിൽ എന്താണ് ജൂതന്മാരിങ്ങനെ തുമ്മു. എന്തിനാ തുമ്മണറിയോ? യർജൂന പോലെ പ്രതീക്ഷ വെച്ചുങ്ങാണ്ട് യഖൂലഹും യർഹമുക്കുമുല്ലാ എന്ന് മുത്തനബിൻ്റെ ഒരു പറച്ചിൽ ഞമ്മക്ക് കിട്ടുമോന്നറിയാൻ വേണ്ടിക്കാണ്ട് എന്ത് ചെയ്യും? ഓല് മുത്തനബി നടത്തുന്നതാണ് ഇങ്ങനെ ചിം ചിം എന്നറിയും. പിന്നെ ഫയഖൂലൂ റസൂലുള്ള പറയും യഹ്ദീക്കുമുല്ലാഹു വയസ്ലുബാലക്കും, അള്ളാഹ് ഹിദായത്ത് തരട്ടെ എന്ന്. ഇതറിയില്ല, യർഹമുക്കല്ലാഹ് അറിയില്ല, ഐറ്റം മറ്റേ ജാതിയല്ലേ. പിന്നെ റവാഹു അബൂ ദാവൂദ് വത്തിർമിദി വഖാല ഹദീസൻ ഹസൻ സ്വഹീഹ്. പിന്നെ وعن أبي سعيد الخدري رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم إذا تثاوب أحدكم, നിങ്ങൾ ഒരാൾ കോട്ട വിട്ടാൽ വല്യംസിക് ബിയദിഹി അലാ ഫീഹി, തൻ്റെ കൈ കൊണ്ട് തൻ്റെ വായിൻ്റെ മേലെ പിടിച്ചു വെക്കട്ടെ. ഫൈന ശൈത്താൻ യദ്ഖുലു, പിശാച് വായിലേക്കാണ്ട് കയറോ. അപ്പം എന്ത് ചെയ്യണം? അടുത്ത കൈയിൻ്റെ പുറമോട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ആണ് കരി പോണേന്. പിന്നെ റവാഹു മുസ്ലിം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാബു ഇസ്തിഹ്ബാബിൽ മുസാഫഹ, കൈ കൊടുക്കൽ സുന്നത്താണ് എന്ന് പറയുന്ന ബാബ്. ഇന്ദല്ലിക്കായി കണ്ടുമുട്ടുമ്പോൾ. ഇപ്പോൾ ബശാഷത്തിൽ വജ്ഹി, മുഖം പ്രസന്നമാക്കലും. ഇപ്പോൾ തഖ്ബീലി യദി റജുലി സ്വാലിഹി, സ്വാലിഹായ മനുഷ്യൻ്റെ കൈ ചുംബിക്കലും സുന്നത്താണെന്ന് പറയുന്ന ബാബ്. ഇപ്പോൾ തഖ്ബീലി വലദിഹി ഷഫഖത്തൻ, സ്നേഹപ്രകടനം എന്ന നിലക്ക് സ്വന്തം മക്കളെ പിടിച്ച് ചുംബനം കൊടുക്കലും സുന്നത്താണ് പറയുന്ന ബാബ്. ഇപ്പോൾ മുആനഖത്തിൽ ഖാദിമി മിൻ സഫരിൻ, യാത്രയിൽ നിന്ന് മുന്നിട്ട് വരുന്നവരെ ആലിംഗനം ചെയ്യലും സുന്നത്താണെന്ന് പറയുന്ന ബാബ്. ഇപ്പോൾ കറാഹിയത്തിൽ ഇൻഹിനായി തലകുനിച്ച് റുക്കോയും സുജൂദൊക്കെ ചെയ്തെടുക്കണം. എന്താണ് തലകുനിച്ച് കൊടുക്കൽ? അത് കറാഹത്താണെന്ന് പറയുന്ന ബാബ്. عن أبي الخطاب قتادة رضي الله عنه أنه قال قلت لأنس, ഞാൻ അനസ് എന്നോട് ചോദിച്ചു, അക്കാനത്തിൽ മുസാഫഹത്തു ഫി അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബിൻ്റെ സ്വഹാബത്തിൻ്റെ അക്കാലത്തൊക്കെ ഈ മുസാഫഹത്ത് എന്ന പരിപാടി ഉണ്ടായിനോ ചോദിച്ചു. കൈ കൊടുക്കുന്ന പരിപാടി അന്നൊക്കെ ഉണ്ടോ? അന്നിപ്പോൾ ഇപ്പോൾ അടുത്ത കാലത്ത് തുടങ്ങിയതാണോ പണ്ടേ ഉള്ളതാണോ ചോദിച്ചു. കാല, അനസ് എന്നവർ പറഞ്ഞു, നഅം, അതേ. റവാഹുൽ ബുഖാരി. വൻ അനസ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ലമ്മാ ജാഅ അഹ്ലുൽ യമൻ, യമൻ്റെ അഹ്ലിക്കാർ മുത്തനബിൻ്റെ ഹദറത്തിൽ വന്നപ്പോൾ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞു, ഖദ് ജാഅക്കും അഹ്ലുൽ യമൻ, സഹാബത്തെ നിങ്ങളുടെ അടുക്കലേക്ക് ഇതാ യമനുകാർ വന്നിട്ടുണ്ട്. വഹും അവ്വലു മൻ ജാഅ ബിൽ മുസാഫഹ, മുസാഫഹത്ത് കൈ കൊടുക്കുക എന്ന് പറയുന്നതായ നല്ല ചര്യ ഇവിടെ കൊണ്ടുവന്ന ആദ്യത്തെ ആളുകളാണവർ. ശരി. റവാഹു അബൂ ദാവൂദ് ബിസ്നാദിൻ സ്വഹീഹ്. വഅനിൽ ബറാഅ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ മുസ്ലിമൈനി യൽതഖിയാനി, കണ്ടുമുട്ടുന്ന രണ്ട് മുസ്ലിമും തന്നെ ഇല്ല ഫയതസാഫഹാനി, എന്നിട്ട് അവർ കയ്യും കൊടുക്കും, ഇല്ലാ ഗുഫിറ ലഹുമാ ഖബ്ല അൻ യഫ്തരിഖാ, അവർ വിട്ടുപിരിയുന്നതിൻ്റെ മുമ്പ് അവർക്ക് പൊറുക്കപ്പെട്ടിട്ടല്ലാതെ രണ്ട് മുസ്ലിം കൈ കൊടുത്തുകൊണ്ട് കണ്ടുമുട്ടുകയില്ല എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റവാഹു അബൂ ദാവൂദ. വൻ അനസ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല റജുലുൻ, ഒരു റജുൽ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അർറജുലു മിന്നാ യൽകാ അഖാഹു സദീഖഹു, ഞങ്ങളിൽപ്പെട്ട ചില ആളുകളുണ്ടല്ലോ തൻ്റെ സാഹിനെ അല്ലെങ്കിൽ സദീഖിനെ കണ്ടുമുട്ടും. അയൻ ഹനീലഹു, അവന് വേണ്ടി തല കുനിക്കാവോ? അങ്ങനെ. അപ്പോൾ പറഞ്ഞു, കാല ലാ, തങ്ങൾ പറഞ്ഞു, ആ പരിപാടി വേണ്ട. കാല അഫ യൽതസിമുഹു വയുകബ്ബിലുഹു, അവനെ പിടിച്ച് ചുമ്മ കൊടുക്കാവോ? കാല ലാ, അങ്ങനെ അതും വേണ്ട. കാല ഫയഖുദു ബിയദിഹി വയുസാഫിഹുഹു, കൈ പിടിച്ചിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ കൂട്ടിപ്പിടിക്കാവോ ചോദിച്ചു. കാലനാണ് അത് ഓക്കെയാണ്. റവാഹു തിർമിദി വഖാല ഹദീസുൻ ഹസൻ. അപ്പോൾ അങ്ങനെയാണ് കൈ കൊടുക്കുക. എല്ലാം എന്ത് ചെയ്യാൻ പാടില്ല, പിടിച്ചു കണ്ട് ഉമ്മ എടുത്ത് കാണാന്ന് പറ്റില്ല.
وعن صفوان بن عسان رضي الله عنه أنه قال يهودي لصاحبه ഒരു ജൂതൻ മറ്റൊരു ജൂതനോട് പറഞ്ഞു ഇദ്ഹബ് ഇലാ ഹാദൻ നബി. ഇപ്പം നബിയെന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ടല്ലോ, നമുക്ക് മൂപ്പടത്തുനിന്ന് പോയി നോക്കല്ലേ. ഇപ്പം നബിയാന്ന് പറഞ്ഞ ഒരാൾ വന്നു, നമുക്ക് മൂപ്പടത്തുനിന്ന് പോയാന്ന് നോക്കല്ലേ. ഫാത്തയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി മുത്തനബിൻ്റെ ഹദറത്തിൽ വന്നു. ഫസഅലഹു, തങ്ങളോട് അവർ ചോദ്യം ചെയ്തു. ചെക്ക് ചെയ്യാൻ ഒരു തൗറാത്ത് പഠിച്ച ആൾക്കാരാണ്. അപ്പോൾ ചോദിച്ചാൽ മനസ്സിലാവും ഇയാൾ നബിയാണോ അല്ല എന്നുള്ളത്. അപ്പം ആയാത്തിൻ ബയ്യിനാത്തിൻ, തൗറാത്തിൽ പറഞ്ഞ ആയാത്തിൻ ബയ്യിനാത്തിനെ പറ്റി ചോദിച്ചു. 9 ദൃഷ്ടാന്തം. ഫദക്കറൽ ഹദീസ ഇലാ ഖൗലിഹി, അങ്ങനെ മുത്തനബി ആയത്തണ്ട് ഓതിക്കൊടുത്തു. അങ്ങനെ അവരപ്പോൾ ഒരു ഉദ്ദേശം മുത്തനബി അങ്ങനെ റെഡി ആയിട്ടാണ് പറഞ്ഞു കൊടുത്തു. അപ്പോൾ മനസ്സിലായി ഇത് ഒറിജിനൽ തൗറാത്തിൽ പറഞ്ഞ അന്ത്യപ്രവാചകൻ തന്നെയാണ് എന്ന് ബോധ്യപ്പെട്ടപ്പം നബിയുടെ കൈ മാത്രമല്ല കാലും കൂടി അങ്ങ് ചുംബിച്ചു. ഫഖാല, അവർ രണ്ടുപേരും പറഞ്ഞു നഷ്ഹദു അന്നക നബിയുൻ, ഞങ്ങൾ ഷാഹിദാവുന്നു താങ്കൾ അല്ലാഹുവിന്റെ നബി തന്നെയാണ്. റവാഹു തുർമുദിയോ വഗൈറുഹു, തുർമുദി അല്ലാത്തവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബിഅസാനീദ സ്വഹീഹ, നല്ല പരമ്പരയോട് കൂടെ തന്നെ. وعن ابن عمر رضي الله عنهما قصة قال فيها ഇബ്നു ഉമർ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരു ഖിസ്സ. അതിലേക്ക് ഉമർ ദനൗനാമിൻ നബി, അങ്ങനെ മുത്തബിയോട് ഞങ്ങൾ അടുത്തു. ഫഖബ്ബൽനാ യദഹു, തങ്ങളുടെ കൈ ഞങ്ങൾ ചുംബിച്ചു. റവാഹു അബൂ ദാവൂദ. വഅൻ ആയിഷ റളിയല്ലാഹു അൻഹാ അന്നഹാ ഖാലത്ത് ഖദിമ സെയ്ദ് ഇബ്നു ഹാരിസ, സെയ്ദ് റളിയല്ലാഹു അൻഹു മുന്നിട്ട് വന്നു. മദീനത്ത് മുന്നിട്ട് വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തി, മുത്തനബി എൻ്റെ വീട്ടിലാണ് ആ സമയത്ത്. ആയിഷ ബി പറയാൻ ഫാത്താഹു, അങ്ങനെ സെയ്ദ് മുത്തനബിൻ്റെ അടുത്ത് വന്ന് ഫഖറഅൽ ബാബാ, ഡോർമലൊന്ന് മുട്ടി. ഫഖാല ഫഖാമ ഇലൈഹി നബിയ്യു, നബി തങ്ങളുടെ ആ ഡോറിൻ്റെ അടുത്തേക്ക് എണീറ്റു. യജുറു സൗബഹു, വസ്ത്രം വലിച്ചുകൊണ്ട്. ഫഅതനഖഹു വഖബ്ബലഹു, ആലിംഗനം ചെയ്തുങ്ങാണ്ട് ചുംബിച്ചു. റവാഹു തുർമുദി വഖാല ഹദീസുൻ ഹസൻ. വഅൻ അബീ ദർർ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ലീ, എന്നോട് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു, മോനെ ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈആ, നല്ല കാര്യത്തിൽ നിന്നൊന്നും നീ നിസാരമായി കാണരുത് കേട്ടോ. വലുവാൻ തൽക്കാഹാക ബിവഹ്ജിൻ ത്വരീഖ്, അതിൽ പുഞ്ചിരിക്കുന്ന പ്രസന്നതയുള്ള മുഖവുമായിട്ട് നിന്റെ സഹോദരനെ കണ്ടുമുട്ടലാണെങ്കിൽ വരെ അത് നീ ചെറുതായി കാണരുതേ. റവാഹു മുസ്ലിം. അത് ഒരു ആളെ കണ്ടുമുട്ടുമ്പോൾ ആ പുഞ്ചിരിയോട് കൂടി ഒന്ന് മുഖത്തേക്ക് കണ്ടുമുട്ടിയാൽ തന്നെ അതും എന്തായിട്ട് എഴുതുന്നുണ്ട്, ഇവിടെ സൽക്കരമായിക്ക് എഴുതുന്നുണ്ട്. റവാഹു മുസ്ലിം. വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖബ്ബല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ ഇബ്നു അലി, മുത്തനബി പേരക്കുട്ടിയാവുന്ന ഹസൻ എന്ന് പറയുന്ന പേരക്കിടാവിനെ പിടിച്ചുമ്മ കൊടുത്തു. ഫഖാല അഖറഉ ഇബ്നു ഹാബിസിൻ, അപ്പോൾ ഇത് കണ്ടു നിന്ന അഖറ ഇബ്നു ഹാബിസ് റളിയല്ലാഹു അൻഹു പറയാണ്, നബിയേ ഇന്നലി അശറത്തൻ മിനൽ വലദി, എനിക്ക് 10 മക്കളുണ്ട്. മാ ഖബ്ബൽതു മിൻഹും അഹദാ, അവരിൽ ഒരാളെ ഞാൻ ഇന്നേ വരെ ചുംബിച്ചിട്ടില്ല. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞു, മല്ലാ യർഹം ലാ യുർഹം, കരുണയില്ലാത്തവനോട് കരുണ ചെയ്യപ്പെടുകയില്ല. മുത്തഫഖുൻ അലൈഹി.